അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദം തള്ളി വിദഗ്ധ സമിതി റിപ്പോർട്ട്. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തൽ. വിദഗ്ധ സമിതി റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചു. അരുൺ കൊടുങ്ങൂര് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷു, തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് തുടർച്ചയായി ഇത്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തുടർച്ചയായി ഇത്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടാകുമ്പോഴും വലിയ രീതിയിലുള്ള ആരോപണം ആശുപത്രി അധികൃതർക്ക് നേരെ ഉണ്ടാകുന്നു. പക്ഷേ അതെല്ലാം തന്നെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിലും 4 വയസ്സുകാരിയുടെ വിരലിനായിരുന്നു ശസ്ത്രക്രിയ വേണ്ടിയിരുന്നത്. 6ാമത്തെ വിരൽ മുറിച്ചു കളയുന്നതിനുള്ള ഒരു നടപടിയിലേക്കായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അടിയന്തര നടപടിയിലേക്ക് പോയത്. സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ ഒരു സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക് എതിരെ തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത വന്നതിന് ശേഷം ആശുപത്രി അധികൃതർ തങ്ങൾക്ക് ഒരു തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാട് വാർത്താ സമ്മേളനം വിളിച്ചാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവർ പുറത്ത് വിട്ടിരിക്കുന്ന. ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിശദമായ മൊഴികളെല്ലാം തന്നെ എടുത്തതിന് ശേഷം ഈ വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ ആശുപത്രി അധികൃതർക്ക്, പ്രത്യേകിച്ച് ചികിത്സിച്ച ഡോക്ടർക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായത്. എന്തായാലും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളെല്ലാം തന്നെ ഇതിന് ശേഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ യോഗം. ഇത് കോഴിക്കോട് മാത്രമല്ല, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോടാണ്. കാരണം ഹർഷണിയുടെ വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നു. ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ, കൃത്യതയോടെയുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന പൊതുജന ആവശ്യം. വിഷ്ണു. യെസ്, വ്യക്തമാണ്. അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.